ശ്രീ പിണറായി വിജയന്റെ ഒരു അഭിമുഖം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ രണ്ടാം ഘട്ട അല്ലെങ്കിൽ ഈ തദ്ദേശത്തിന് ശേഷം നിയമസഭയിലെ അടുത്ത മൂന്നാം ഘട്ട ഇലക്ഷൻ, അദ്ദേഹത്തിന്റെ മൂന്നാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ആ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് രണ്ടാമത്തെ അഭിമുഖമായിരുന്നു. ആദ്യത്തേത് ശ്രീ മോഹൻലാലിനൊപ്പമായിരുന്നു. രണ്ടാമത്തത് ഒരു പ്രമുഖ വാർത്താ ചാനലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സാധാരണ മോഹൻലാലുമായിരുന്ന ഒരു അഭിമുഖം പോലെയൊന്നും അല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം തന്നെയായിരുന്നു. അതിൽ ജി സുധാകരനെ പറ്റിയും ടി കെ ഗോവിന്ദനെ പറ്റിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനു മുൻപ് ഇദ്ദേഹം ആയിരുന്നില്ല വർഗവഞ്ചകൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ശ്രീ പിണറായി വിജയൻ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ആ ഒരു തരത്തിൽ താൻ ചെയ്തതാണ് തെറ്റ്, ഇതുവരെ പാർട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ജി സുധാകരനാണ് പ്രശ്നം, പ്രായമായാൽ അത് അംഗീകരിക്കാൻ പഠിക്കണം, ഈ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ആ വീഡിയോ ശകലം ഞാനും കണ്ടായിരുന്നു. അത് ആ പ്രമുഖ മാധ്യമ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായിട്ട് സംസാരിച്ചതാണ്. ആ മാധ്യമമാണ് ഏറ്റവും കൂടുതൽ ഈ ഭരണത്തിനെതിരെ വിമർശനവുമായിട്ട് വന്നിട്ടുള്ളത്. അത് അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്, ഇവർ എന്താണ് ഇദ്ദേഹത്തെ ഈ സമയത്ത് ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലെ ഏറ്റവും കാതലായ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഈ പ്രായമായ വിഷയം സംസാരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് യോഗ്യത എന്നൊരു ചോദ്യം നമുക്കിവിടെ വരും. ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്കൊരു മാനദണ്ഡം പറയുമ്പോൾ അത് എനിക്ക് ഈ പറയുന്ന മാനദണ്ഡം ബാധകമല്ല, ബാക്കിയുള്ളവർക്ക് ബാധകമാണ് എന്നൊരു നിയമമാണ്. അതെന്തേ അദ്ദേഹം വിസ്മരിക്കുന്നത്? ഈ 75 വയസ്സിൻ്റെ മാനദണ്ഡം പറയുമ്പോൾ അത് തനിക്കും ബാധകമാണ് എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അതായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെരിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജനം അങ്ങനെ കാണില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്താ 30 വയസ്സാ? അതുപോലെ അവരുടെ പാർട്ടിയിൽ സംഘടനയോട് കൂറുള്ളവർ കുറവും, അവരുടെ പാർട്ടിയിൽ പാർലമെന്ററി തലത്തിലാണ് അവർക്ക് താല്പര്യമെന്നും പറയാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത? ഇദ്ദേഹം ഒരു തവണയല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു, 3 തവണ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഈ ഓരോ തവണ പാർട്ടി സെക്രട്ടറി ആകുമ്പോഴും എങ്ങനെ തനിക്ക് മുഖ്യമന്ത്രിയാകാം, അടുത്ത വരുന്ന ഭരണം തനിക്ക് എങ്ങനെ തൻ്റേതാക്കി മാറ്റാം. അതായത് ഒരു വേള നമ്മൾ നോക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന് ഇവിടെ നിരത്തിലിറങ്ങി വി എസ് മത്സരിക്കണമെന്ന് ആ പാർട്ടിയുടെ അഭ്യുതകാംക്ഷികൾ, അല്ലെ പാർട്ടിക്കാരല്ല, ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അവർ ഇറങ്ങി ഇൻകുലാബ് വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോ, അന്ന് സീതാറാം യെച്ചൂരി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നൽകിയത്. ഇല്ലെങ്കിൽ ആ അവസരവും തനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്ന പാർട്ടി സെക്രട്ടറിയാണ് ഇദ്ദേഹം. അപ്പോൾ സംഘടന അത് ഇവരുടെ തലമുതിർന്ന നേതാക്കളായി AKGയും EMSും പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അവരുടെ എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാർലമെന്ററി തലത്തിൽ ഇരിക്കുമ്പോഴും തൊഴിലാളി വർഗത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പോൾ സംഘടന വേണ്ട എന്ന് ആദ്യം പറഞ്ഞ ഇദ്ദേഹം തന്നെയല്ലേ? പിന്നെ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത ഈ പറയുന്ന രീതിയിൽ ജി സുധാകരനെ പറയാൻ എന്ന് സമൂഹം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായും ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ജി സുധാകരന് യാതൊരുവിധ അവഗണനകളും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഈ പാർട്ടി ഓഫീസ് ഉണ്ടല്ലോ ഇവരുടെ, അദ്ദേഹത്തിന് ഒരു മുറി കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾക്ക് പ്രവർത്തിക്കാനുള്ള രീതിയിൽ. പിന്നെ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട എല്ലാ സമ്മേളനങ്ങളിലും ഇയാള് സുധാകരനെ പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തലുകളൊന്നും വന്നിട്ടില്ല. പിന്നെ മത്സരിക്കാൻ പറ്റില്ല എന്ന നിലപാട് പറയുമ്പോഴത്തേക്കും അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോവുക എന്നൊക്കെ പറയുന്നത് അത്ര ബോധമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വർഗസ്നേഹമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ പാർട്ടിക്കുള്ള പ്രശ്നമൊന്നും അല്ല. പിന്നെ ഞാൻ 2 തവണ ജി സുധാകരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതും പറയുന്നുണ്ട്. 2 തവണ വിളിച്ചപ്പോഴും അയാൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് പിന്നീട് ഈ നാസറിനോട് എന്തോ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കോൾ എടുത്തില്ല. അപ്പൊ നാസർ പറയുന്നു, എന്തോ ഇത്തരം മീറ്റിംഗ് എന്തോ പരിപാടികളിലായിരിക്കാം, ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഇല്ല ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹം അറിയിച്ച നിലപാടെന്ന് പറയുന്നത്. ഇത് അഭിമുഖത്തിനകത്തിൽ ഈ സമന്വയം നടത്തിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടോ, അദ്ദേഹത്തിനെ കണ്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നേതൃത്വങ്ങൾ സംസാരിച്ചോ എന്നുള്ള ചോദ്യത്തിനാണ് ഇദ്ദേഹം ഉത്തരം കൊടുക്കുന്നത്. ഇതിങ്ങനെ സംഭവം അറിഞ്ഞപ്പോൾ 2 തവണ ഞാൻ വിളിച്ചു, എന്റെ ഫോൺ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കാണാനും കൂട്ടാക്കിയില്ല, പോകുന്നവര് പൊക്കോട്ടെ എന്നൊരു നിലപാട്, ആ തരത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന വശം എന്ന് പറയുന്നത്, ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്,
50 വർഷം 60 വർഷമൊക്കെ പാരമ്പര്യമുള്ള ആൾക്കാർ പാർട്ടി വിട്ടു പോകുന്ന, അല്ലെങ്കിൽ കണ്ണൂരിലെ പ്രധാന വിഷയങ്ങളെ പറ്റി എടുത്ത് ചോദിക്കുന്നുണ്ട്, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്, അതേപോലെ സ്ഥാനാർത്ഥി തളിപ്പറമ്പ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്കിപ്പ് അടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് മാറി എല്ലാം കൂടെ ഇദ്ദേഹം ഒരു സിങ്ക് ചെയ്താണ് പറയുന്നത്. പാർട്ടിക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, ആലപ്പുഴയിലെയും തളിപ്പറമ്പിലെയും എല്ലാം കൂടെ ഒരുമിച്ച് എന്നാണ് പറയുന്നത്. എല്ലാം ഇവരുടെ പ്രശ്നങ്ങളാണ്, ഈ സ്ഥാനം മോഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മത്സരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ട നിങ്ങളാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളൊന്നുമല്ല ഇവർ, പക്ഷേ അത് എന്തുകൊണ്ടാണ് പറ്റാതെ പോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ ഈ ചോദ്യങ്ങളോടൊക്കെ ഉത്തരം പറയുന്നത്. ഒരു പക്ഷേ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാവുകയും അത് ഒരു തോൽവിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു ഭയമായിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ ഒരു അഭിമുഖം തയ്യാറാക്കുകയും അതിലൂടെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ ജി സുധാകരന്റെയും ടി കെ ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും ഒക്കെ പ്രശ്നങ്ങളാണ്, അല്ലാതെ പാർട്ടിയുടെ പ്രശ്നങ്ങളല്ല, അല്ലെങ്കിൽ നേതൃത്വങ്ങളുടെ പ്രശ്നങ്ങളല്ല, ആരും അവഗണിച്ചിട്ടില്ല, പാർട്ടിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു അഭിമുഖം നടത്തുകയും ഇവർക്കൊക്കെയാണ് പ്രശ്നമെന്ന് ഇദ്ദേഹം മുദ്ര കുത്തി പറയുന്നതിന്റെ ഒരു സാഹചര്യം അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഒരു ഊട്ടി ഉറപ്പിക്കലായിരിക്കാം, വീണ്ടും നമുക്ക് ഈ ഭരണം വേണം, ഈ ഭരണം അല്ലെങ്കിൽ അത്ര പ്രശ്നമുള്ള ഒരു കാര്യമല്ല, നിങ്ങൾ വിചാരിക്കുന്നത്ര ഒരു കാര്യമില്ല. കാരണം പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഈ ജില്ലകളിലെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ബാധിക്കുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയങ്ങളാവുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതെ, ഇപ്പൊ പ്രസ് മീറ്റ് ഒക്കെ വിളിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ ചേട്ടാ വിവിധ ചോദ്യങ്ങളുണ്ടാവും. കൈരളി ചാനൽ മാത്രമല്ലല്ലോ ഇവിടെ ചോദിക്കാൻ ഈ അഭിമുഖം നടത്തുന്നവരും മാത്രമല്ലല്ലോ, എല്ലാവരും ചോദിക്കും. അപ്പോ ആ ചോദ്യത്തിന്റെ ഇടയിൽ എങ്ങാനും പഴയ ഇരട്ടച്ചങ്കനായി പൊട്ടിത്തെറിച്ച് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതില് എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇദ്ദേഹം ഇത്തരത്തിൽ ആകെ മൊത്തത്തിൽ ഇപ്പോൾ ആതിര പറഞ്ഞ പോലെ വിഷയങ്ങൾ ഇങ്ങനെ ആലപ്പുഴയിലെ സുധാകരനെ തുടങ്ങി പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മാഷിൽ വരെ ഇങ്ങനെ ചേർത്ത് കോർത്ത് പോയി സംസാരിക്കുന്നില്ലേ. ഒരു കാര്യം വ്യക്തമാണ്, ഈ അവസരത്തിൽ വന്ന് അദ്ദേഹം ഇത് പറയുമ്പോഴും പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് ആതിര ചോദിച്ചില്ലേ, അതൊന്നും ആ തെറ്റിദ്ധാരണയിൽ പൊതുസമൂഹം പെടില്ല. കാര്യം ഇന്ന് സാമൂഹ്യ മാധ്യമം എല്ലാവർക്കും അതിൽ അവർ ഉണ്ട്. സാമൂഹ്യ മാധ്യമത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ കാണുന്നത് മാത്രമല്ല അവർ കാണുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളും അവർ കാണുന്നുണ്ട്. 2, ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള, ഈ പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടി ശരിയായ ദിശയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് അറിയാം. അവരുടെ സംഘടനയിലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഈ സംഘടനയെ അറിയാവുന്നവർക്കറിയാം. അത് ഒരു 10 പേരെ എടുത്താൽ അതിൽ ഒരാളെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരള സമൂഹം ഒരിക്കലും തയ്യാറാവില്ലെന്ന് മാത്രമേ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുള്ളൂ.